മലയാളത്തിലെ തന്നെ ദ പ്രോമിനന്റ് കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ. ആ സീനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ആ ഷൂട്ടൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം CID മ്യൂസിയത്തിലെ ഭാവന യൂസ് ചെയ്യുന്നത് രസികൻ സിനിമയില് നായികയും കൂട്ടുകാരും. സൈജു കുറുപ്പ് എന്നോട് പറയാറുണ്ട്, ആട് 2-ല് ഒരു മാലയില്ലേ, പുള്ളിയുടെ കഴുത്തിലുള്ള ഒരു മാല, അത് പുള്ളി അന്നും ഇന്നും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമയിൽ ഒരു സോങ് ഇല്ലേ, ബാച്ചിലർ പാർട്ടി സോങ്, ഇവരെല്ലാരും ഉള്ളത്. നിവിൻ ഒരു പ്രിന്റഡ് ഷർട്ട്, അതും ഒരു ലൈറ്റ് കത്തുന്ന കണ്ണാടി കൊടുക്കുമ്പോ അത് പിന്നെ ഇത്രയും കുറെ ബാച്ചിലർ പാർട്ടിയിൽ പിന്നീട് പ്രിന്റഡ് ഷർട്ടും കണ്ണാടിയും കുറെ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഗപ്പ് ചെയ്യുമ്പോൾ ടൊവിന്റെ മൾട്ടി കളർ ട്രൗസേഴ്സ്, അതൊന്നും അന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ലയോ ഇത് ട്രെൻഡ് ആകും, അല്ലെങ്കിൽ ഇത് ആളുകൾ ട്രെൻഡ് ആണോന്നൊന്നും എനിക്കറിയില്ല. മമ്മൂക്ക് സജഷൻ തരാറുണ്ട്, ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായനെ, ഈ കോസ്റ്റ്യൂമിന് ഈ ഫാബ്രിക് ആണ്, അങ്ങനത്തെ ഒക്കെ സജഷൻസ് തരാറുണ്ടോ? 60-ക്കെല്ലാം മുകളിൽ വരുന്ന ബഡ്ജറ്റ് കോസ്റ്റ്യൂമിന് മാത്രം ബഡ്ജറ്റുള്ള പടമാണ് ആട് 3. ആണല്ലേ? ടൊവിനോന്റെ ആരും വിശ്വസിക്കുന്നില്ല. ടൊവിനോന്റെ കോസ്റ്റ്യൂം നിങ്ങൾ ഏതോ പെൺകുട്ടികളുടെ സൽവാറൊക്കെ കട്ട് ചെയ്തിട്ട് പാവാട് കട്ട് ചെയ്തിട്ട്, അതെന്താ അങ്ങനെ ഒരു കഥ? 7000 കണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇയാൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ബേസ് മെറ്റീരിയൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇത് എന്താ മെറ്റീരിയൽ? ഇതൊരു കർട്ടൻ ക്ലോത്ത് ഇല്ലേ, കർട്ടൻ ക്ലോത്ത് ആണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തത് ഇസ്രയേലിൽ നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക്, അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത സമയത്ത് അതും അവര് അതുപോലെ തന്നെ കോപ്പി അടിച്ചു എന്നുള്ളത്. എന്താ മിസ്റ്റേക്ക്? മൈജർ കുട്ടിച്ചാതൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് താൻ ജനിച്ചിട്ടില്ല, പക്ഷെ ആ സിനിമയിൽ താൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തു. അതെങ്ങനെ അങ്ങനെ പഴയതാക്കാൻ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ അത് പല പല വാഷിംഗ് കൊണ്ട് പല ലിക്വിഡ്സ് ഇട്ട് വാഷ് ചെയ്യും, പഴമ തോന്നാനുള്ള പൊടികൾ യൂസ് ചെയ്യും, അങ്ങനെ അതിനെ പഴയ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നതാണ്. പൃഥ്വിരാജ് ഏത് സൈസുള്ള ഷർട്ടൊക്കെ യൂസ് ചെയ്യാറ്? 42 എന്ന് ഞാൻ പറയും, പക്ഷെ 40 ആയിട്ടുണ്ട്. ആടുജത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ 44 ആയിരുന്നു, പിന്നെ അത് 42 ആയി, പിന്നെ അത് 38 വരെ ആയി. മെലിഞ്ഞ് വണ്ണം കൂടാതെ കാണുന്നത് ചാക്കോച്ചിനെ ആയിരിക്കും. 39 ഷർട്ട് സൈസ് ആയിരിക്കും. ആസിഫ് അലി, ദുൽഖർ സൽമാൻ ഭയങ്കരമായിട്ട്. ദുൽഖറിന്റെ കാര്യം പറയുമ്പോ അപ്ഡേറ്റഡ് അല്ലേ? ഓരോ സാധനം ഇറങ്ങുമ്പോൾ ഭയങ്കരമായി. ഇവിടെ കൊറിയൻ സ്റ്റൈല് ട്രെൻഡ് ആവുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരുമാണ് കൊറിയൻ സ്റ്റൈല് ഫോളോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിലെ നായകനും മാത്രമല്ല നമ്മളുടെ മനസ്സിലേക്ക് കയറുക, അവരിടുന്ന ആക്സസറീസും അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ പതിയാറുണ്ട്. ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ, ആ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രൂപകൽപ്പന നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു എക്സ്പേർട്ട് ഡിസൈനറാണ് എൻ്റെ മുൻപിൽ. മലയാളത്തിലെ തന്നെ ദ പ്രോമിനന്റ് കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ. വെൽക്കം ടു ദ ഷോ സ്റ്റെഫി. കുറേ നാളെ ഞാൻ പുറകെ കിടക്കുന്നത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. എപ്പോഴാണെന്ന് പിടി തന്നത്? സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എപ്പോഴെങ്കിലൊക്കെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട്. അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നമ്മളുടെ സിനിമയിലേക്ക് വേണ്ടിയിട്ട് ഒരു നായകനും നായികയ്ക്കും വേണ്ടിയിട്ട് കുറേ നാളെടുത്ത് നിങ്ങൾ റിസർച്ച് ചെയ്ത് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തല്ലോ, എന്നിട്ട് അവരിടുമല്ലോ. ആ സീനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ആ ഷൂട്ടൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമല്ലേ, ചോദിക്കുന്ന ചോദ്യ എന്താ ഇപ്പൊ ചെയ്യാ നിങ്ങൾ? ആ കോസ്റ്റ്യൂം അവര് ആക്ടേഴ്സിന് കൊടുത്തു വിടുവോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോണ്ട് വരുമോ? ഇല്ല. അതായത് നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പം ആ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോസ്റ്റ്യൂമും, ഈ പറഞ്ഞ ആക്സസറീസും ഫുട്വെയറും എല്ലാം വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഇടുമല്ലോ, പൈസ തരുന്നത് അവരാണ്. നമ്മൾ ആ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എണ്ണി ആ ബില്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതിനെ ടാലി ചെയ്ത് ആ കോസ്റ്റ്യൂംസ് നമ്മൾ പ്രൊഡക്ഷന് ഏൽപ്പിക്കും. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനി ആണെങ്കിൽ, അതിപ്പം ഇപ്പം E4 Entertainment അല്ലെങ്കിൽ ഫ്രൈഡേ, മാജിക് ഫിലിംസ്, ഇവരെപ്പോഴും ഇയർലി ഒരു 4, 3, 5 പടങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. സോ ഇത് അവരെ നെക്സ്റ്റ് പടത്തിൽ ഡിസൈനർ, ഇപ്പം ഞാനാവാം, വേറെ ആൾക്കാരാവാം, അവർ വന്ന് അതെടുത്തിട്ട് ക്രൗഡ് വരുമ്പം അങ്ങനെ ക്രൗഡിലേക്കൊക്കെ കൊടുക്കും. ഓക്കെ. പക്ഷെ ഇത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെയാ യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ വാങ്ങിയ ഭയങ്കര വില കൂടിയ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് പിന്നെ വേറെ ഏതെങ്കിലും സിനിമയിലെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാം പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വരുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായി വരില്ല. കഴിഞ്ഞ ദിവസം ഞാൻ FB-ൽ ഈ പറഞ്ഞ ട്രോൾ കണ്ടിരുന്നു. അതായത് CID മ്യൂസിയാണ്. അതെ, CID മ്യൂസിയില് ഭാവന യൂസ് ചെയ്യുന്നത് രസികൻ സിനിമയില് നായികയും കൂട്ടുകാരും കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. എൻ്റെ
ഞാൻ തന്നെ ചെയ്ത സിനിമകളിൽ നമ്മള് പറയില്ല, പറയാനൊന്നുമില്ല, ഞാൻ പറയാം. ഓഗസ്റ്റ് സിനിമയുടെ മുൻപുള്ള സിനിമകളിലെ കോസ്റ്റ്യൂംസ് എടുത്ത് ഞങ്ങള് ഡാർവിന്റെ പരിണാമം ചെയ്യുമ്പോൾ ചാന്ദിനി ശ്രീധരൻ എന്ന് പറയുന്നത്, അപ്പൊ ഭയങ്കര നോർമൽ, ഭയങ്കര ഒരു പാവപ്പെട്ട വേണം. അതെ, അപ്പൊ ഒരു പഴയ സൽവാറിന്റെ ഷോളുകൾ എടുത്തിട്ട് അത് മുറിച്ച് നമ്മള് ചാന്ദിനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഇതുപോലെ പണ്ട് മറ്റേ സമ്മരൻ ബദൽഹേമില് കട്ടൻ എടുത്തിട്ട് സോങ്ങിന് മാരിവില്ലിൻ സോങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, അതൊക്കെ ഇവരുടെ പൊടിക്കൈകളാ അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഈ ചില സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഇന്ദ്രൻ ചേട്ടൻ തയ്ച്ചു കൊടുത്ത ഏതൊരു ഷർട്ട് ഭയങ്കര ഫിറ്റിലും ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ട് സുരേഷ് ചേട്ടൻ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന്. അതൊരു ഇമോഷണൽ സ്റ്റോറി എവിടെയോ ഞാൻ അതിന്റെ പുറകിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ആക്ടേഴ്സ് ഇങ്ങനെ പറയാറുണ്ടോ, ഭയങ്കര ഇപ്പൊ നിങ്ങൾ തയ്ക്കുന്നത് ഭയങ്കര ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ടേഴ്സ് ചോദിക്കാറുണ്ട്, ഇത് വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോയിക്കോട്ടെ? ചോദിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അത് സിനിമയിൽ ആരെങ്കിലും ഒരാളെല്ലാം അങ്ങനെ ചോദിക്കും, എല്ലാ സിനിമയിലും. ചിലപ്പോൾ അത് ഹീറോയിൻസ് ആവും, ചിലപ്പോൾ വളരെ കംഫർട്ടബിൾ ആയ ഷൂ ആവും, ചിലപ്പോൾ ക്യാപ്പ് ആവും, ചിലപ്പോൾ നല്ല മുണ്ട്, വളരെ കംഫർട്ടബിൾ സോഫ്റ്റ് മുണ്ടാവും, ബ്ലൗസ് ഇല്ലേ, ചില ആർട്ടിസ്റ്റുകൾ പറയും, ഓ ഇതെനിക്ക് കറക്റ്റ് മെഷർമെന്റാ, അടുത്ത സെറ്റ് പോകുമ്പോൾ കൊടുക്കാൻ ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ഒരു ബ്ലൗസ് വേണം, ഇത് ഞാൻ കൊണ്ടുപോക്കട്ടെ. അത് പ്രൊഡക്ഷന്റെ പെർമിഷനോടെ നമ്മൾ കൊടുക്കാറുമുണ്ട്. സ്റ്റെഫിയുടെ ഓർമ്മയിൽ ഇങ്ങനെ സ്റ്റെഫി ചെയ്ത് ഡിസൈൻ ചെയ്ത് ആക്ടേഴ്സ് അങ്ങനെ ഇട്ട് നോക്കിയിട്ട് സ്റ്റെഫി ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടേഴ്സും കോസ്റ്റ്യൂംസ് ഏതൊക്കെയാ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ടാവും കുറെ എന്ന് പറഞ്ഞാല്, അത് പേര് പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. ചില ആർട്ടിസ്റ്റുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോയിക്കോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ കംഫർട്ടും അതൊന്നും അല്ലാതെ ഇമോഷണലി പറയുകയാണെങ്കിൽ സൈജു കുറുപ്പ് എന്നോട് പറയാറുണ്ട്, ആട് 2 ഒരു മാലയില്ലേ, പുള്ളിയുടെ കഴുത്തിലുള്ള ഒരു മാല, അത് പുള്ളി അന്നും ഇന്നും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ ഇട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, ഇടണ്ട വന്നിട്ടില്ല, കാരണം അതൊരു മുസ്ലിം ക്യാരക്ടർ മാലയാണല്ലോ. പക്ഷെ ആട് 3 നമ്മളിപ്പം ഞാൻ അതിന്റെ പ്രീ വർക്ക്സിലാണ്, അതിന്റെ പർച്ചേസിലാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കാണുമ്പോഴും പറഞ്ഞു, ആ മാല വേണ്ട, ഞാൻ പഴയ മാല അതായത് പുതിയ മാല ചെയ്യണ്ട, ഞാൻ പഴയ മാല കൊണ്ടുവരാന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. ഇതിപ്പോ ആട് 3യുടെ ലൊക്കേഷൻ ആണോ വരുന്നത്? ലൊക്കേഷൻ അല്ല, ഇനി ഒരു 10-15 ഡേയ്സിൽ ഷൂട്ട് തുടങ്ങും, അതിന്റെ ഓട്ടം. അടിപൊളി. ഞാൻ സൈജു ചേട്ടനെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ആട് 3യുടെ ലുക്കിലാ വന്നേക്കുന്നത്. ഈ യുദ്ധ ഭംഗിയാ ചേട്ടനെ കാണാൻ. അതായത് ആ ലുക്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ചേട്ടന്. ആട് 2 ഈ പറഞ്ഞ പോലെ റിലീസ് ആയ സമയത്തൊക്കെ നമുക്ക് ആട് 2 കുറച്ച് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന മുണ്ടൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള. അത് എനിക്ക് തോന്നുന്നു ജയസൂര്യയുടെ വൈഫ് ഡിസൈൻ ചെയ്ത. ആട് 3 വരുമ്പോഴേ സ്റ്റെഫി സിഗ്നേച്ചർ നമ്മൾ ആട് 3 എന്തൊക്കെയാ കാണാൻ പറ്റുക കോസ്റ്റ്യൂംസിൽ? ആട് 3 ഞാൻ ഒന്നും പറയില്ല, കാരണം പക്ഷേ ആട് 1ഉം 2ഉം ആട് ഫസ്റ്റ് ഞാനല്ല ചെയ്തത്. അത് ആ പടം വരുമ്പോൾ ഞാൻ സിനിമ വന്നിട്ടേ ഇല്ല. ആട് 2 ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ഇത്രയും സിനിമയിൽ ചെയ്യാത്ത കോസ്റ്റ്യൂം ഒരു രീതിയിലുള്ള സാധനങ്ങളാണ് ആട് 3 ചെയ്യുന്നത്. ഇപ്പം സിനിമയെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര കാശ് മുടക്കി ചെയ്യുന്ന ഒരുപാട് വലിയ സെറ്റപ്പുകളുള്ള ഒരു സിനിമയാണ് ആട് 3. ബാക്കിയെല്ലാം മിഥുജട്ടൻ പറയും. പക്ഷെ എനിക്ക് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ എന്താണ് എൻ്റെ സിഗ്നേച്ചർ എന്ന്, അത് സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഞാൻ പണ്ടെപ്പോഴും ഈ ഒരു കൾച്ചറിനുള്ളൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ കോസ്റ്റ്യൂമാ ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ പേര് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ടൈപ്പ് സിനിമ അതെ, അങ്ങനെ ഒരു പരിപാടിയാണ്. ഇതിങ്ങനെ ഡയറക്ടറും നിങ്ങളും തമ്മിൽ ഇങ്ങനെ ഇരുന്ന് കുറേ വർക്ക് ചെയ്ത്, അതായത് നിങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഒരു ഒരു ധാരണയുണ്ടാവും, ഇത് എന്തായാലും ട്രെൻഡ് സെക്ടർ ആവും നമ്മളുടെ വർക്ക്. അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിലീസായ സിനിമകളിൽ അങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷനൊക്കെ അപ്പുറം പോയിട്ടുള്ളൊരു ട്രെൻഡ് ഏതാ നിങ്ങൾ ചെയ്ത കോസ്റ്റ്യൂംസിൽ? ട്രെൻഡ് അല്ലാതെ പോയ ഒരു 1000 എണ്ണം ഉണ്ടാവും എനിക്ക്. ആയത് പറഞ്ഞാലാണ് അങ്ങനെ ഇങ്ങനെ പറയേണ്ടി വരിക. ഇത് നാളെ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് കോസ്റ്റ്യൂം അല്ലേ എന്ന് വിചാരിച്ചത് ഒന്നും ആരും ശ്രദ്ധിക്കാൻ കാര്യങ്ങളുണ്ട്. ഇല്ല, ഞാന് സുജിത് വാസുദേവ് ഇല്ലേ നമ്മുടെ ക്യാമറമാൻ, സുജിത്ത് ഏട്ടനോട് അന്നും ഇന്നും എടുത്ത് കംപ്ലൈന്റ് പറയും. എസ്ര സിനിമയില്
പ്രിയാന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അപ്പൊ ബൊഹീമിയൻ ബൊഹീമിയൻ. അപ്പൊ അതിന്റെ താഴെ ഒരു കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എല്ലാം ഞാൻ ചെയ്തിട്ട് ഉള്ളി കൊണ്ട് ഒരു ടൈറ്റ് ഫ്രെയിം വെച്ചു. എന്റെ ഒരു സാധനം കണ്ടില്ല നമ്മൾ ചെയ്ത വർക്കിന്റെ. അങ്ങനെ ചുമ്മാ ഞാൻ പറയലുണ്ട്. പിന്നെ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞ പടം. അതിൽ മമത വരുന്ന ഒരു ക്യാമിയോ റോളാ. പക്ഷെ മമതയ്ക്ക് വേണ്ടി ഒരു 2017 ചെയ്തതാണേ. ഇന്ന് കാണുമ്പോ ഇതെന്തെന്ന് തോന്നും, പക്ഷെ അന്ന് കാണുമ്പോ എനിക്ക് അതില് മമത യൂസ് ചെയ്ത സാരികൾ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാരികളായിരുന്നു. പക്ഷെ അതാരും കണ്ടില്ല, അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും അല്ലെ? ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ട്രെൻഡ് ആവും, സ്റ്റെഫിക്ക് ആ ക്രെഡിറ്റ് പോവും അല്ലേ? പിന്നെ ഈ ലവ് ആക്ഷൻ ഡ്രാമയിൽ ഒരു സോങ് ഇല്ലേ, ബാച്ചിലർ പാർട്ടി സോങ്, ഇവരെല്ലാരും ഉള്ളത്. നിവിൻ ഒരു പ്രിന്റഡ് ഷർട്ട്, അതും ഒരു ലൈറ്റ് കത്തുന്ന കണ്ണാടി കൊടുക്കുമ്പോ അത് പിന്നെ ഇത്രയും കുറെ ബാച്ചിലർ പാർട്ടിയിൽ പിന്നീട് പ്രിന്റഡ് ഷർട്ടും കണ്ണാടിയും കുറേ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമില് കുറെ ആൺകുട്ടികൾ ഇങ്ങനെ ഈ ഷർട്ട് എവിടുന്ന വാങ്ങിയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുകയായിരുന്നു. പക്ഷെ അന്ന് ഞാനിത് കൊടുക്കുമ്പോ വിചാരിച്ചിട്ടില്ല ഇത് ഇത്രയും ഈ കണ്ണാടി ഇത്രയും യൂസ് ചെയ്യും. ഒരു പ്രോപ്പർട്ടി ഒരു കണ്ണാടി കൊടുത്തു എന്നല്ലാതെ അത് ഇങ്ങനെ ആ പാട്ടിലൊക്കെ VFX ഒക്കെ വെച്ചിട്ടായാലും അതിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഔട്ട് വരുമ്പോൾ അറിയുന്നത്. ലൈറ്റ് വെച്ച് കണ്ണാടി പറഞ്ഞ പോലെ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് അപ്പൊ അത് കയറിയത്. ആക്ച്വലി ആ കണ്ണാടി എൻ്റെ ഒരു ഫ്രണ്ട് ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നതാ കണ്ണാടി. ഈ കണ്ണാടി വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലിടയിൽ ഇങ്ങനെ ചുമ്മാ കണ്ണാടി വെച്ചിട്ട് അങ്ങനെ എല്ലാം നടക്കുകയായിരുന്നു. ഇങ്ങനെ പാട്ട് വന്നപ്പോ ഞാൻ ചുമ്മാ ഇതെടുത്ത് കൊടുക്കാന്ന് വിചാരിച്ച് കൊടുത്തതാണ് ആ കണ്ണാടി. ആരുടെയും പ്ലാനിലല്ല, അത് ഞാൻ കൊണ്ടുപോയി അങ്ങനെ അതിന്റെ ഒരു ഐഡിയയിൽ ചെയ്തതാ. അടിപൊളി. ഇതുപോലെ അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര തരംഗമായി മാറി ഏതെങ്കിലും ഷർട്ടോ അല്ലെങ്കിൽ ഡിസൈൻസോ പെട്ടെന്ന് വേറെ ഏതാ മനസ്സിൽ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഗപ്പി ചെയ്യുമ്പോള് ചൊവീന്റെ മൾട്ടി കളർ ട്രൗസേഴ്സ്, അതൊന്നും അന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ലേ ഇത് ട്രെൻഡ് ആകും അല്ലെങ്കിൽ ഇത് ആളുകൾ ട്രെൻഡ് ആണോന്നൊന്നും എനിക്കറിയില്ല. ഇത് കാണുമ്പോ ആര് വാങ്ങിയിട്ടോന്നൊന്നും കമന്റ് ഇട്ട് എന്നെ പേടിപ്പിക്കും. ഞാൻ പറഞ്ഞു ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളത്. അത് പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത്. ഇത് ട്രെൻഡാണോ ആര് വാങ്ങിയില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഇഷ്ക് സിനിമ ഇല്ലേ, അതിലൊരു പാട്ടുണ്ടല്ലോ പറയുവാൻ. അതില് ആ സിനിമ ത്രൂ ഔട്ട് ഒരു കോസ്റ്റ്യൂം 2 കോസ്റ്റ്യൂം പരിപാടിയാണ്. അപ്പം ആൻ ശീതൽ എന്ന് പറഞ്ഞ ആക്ട്രസിന് ഒരു ഗ്രീൻ സൽവാറും ഒരു പ്രിന്റഡ് ദുപ്പട്ടയാണ്. അപ്പൊ അന്ന് അത് കുറച്ച് നാള് മുമ്പാണല്ലോ ആ സിനിമ വരുന്നത്. അന്ന് ഇത് ഇത്ര വലിയൊരു ഫാഷനായിട്ട് വന്നിട്ടില്ല ഇവിടെ. അപ്പം ഞാൻ ഇത് ഇറങ്ങി പാട്ട് ഭയങ്കര പോപ്പുലറായി. കുറേ നാള് കഴിഞ്ഞ് മിലാൻ എന്ന് പറഞ്ഞിട്ട് MG-യുടെ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഇടയിലിടയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവലുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഒരു ചേച്ചി ഇങ്ങനെ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് ഇതേ സൽവാർ സെയിം. അപ്പൊ ഞാൻ എന്നെ അറിയത്തൊന്നുമില്ല, ഇതെവിടുന്നാ വാങ്ങിയേ എന്ന് ചോദിച്ചപ്പോ മോളെ ഞാനിതൊരു സിനിമ കണ്ടപ്പോ അതിന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ മേടിച്ച് ചെയ്തതാ, കൊള്ളാമോ എന്ന് ചോദിച്ചാൽ നല്ല രസമുണ്ട് പറഞ്ഞു. അങ്ങനെ ഒന്ന് നമ്മള് ചെയ്ത സിനിമയുടെ തന്നെ സ്റ്റില്ലെടുത്തിട്ട് നമുക്ക് റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോന്റെ ലുക്ക്, ഈ പരിപാടി പിടിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതൊക്കെ ഭയങ്കര കുറവ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ എണ്ണിപ്പെറുക്കി പറയുന്നത്. മനസ്സിലായി. ഓർമ്മയിലുള്ളത് ആദ്യം വരുന്നത് ഈ ഗ്രേറ്റ് ഫാദറിൽ ഇപ്പൊ സ്നേഹയുടെ കോസ്റ്റ്യൂം പറയുമ്പോഴേ അന്ന് തൊട്ടാണോ എനിക്കറിയില്ല, സ്നേഹയുടെ ബ്ലൗസ് ഈ പറഞ്ഞ പോലെ എൽബോ സ്ലീവ് എന്ന് പറയുന്നത്. എൽബോ സ്ലീവ് അതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ ആ സിനിമയില് ഈ ബോട്ട് നെക്ക്, ഇങ്ങനെ നമ്മള് റൗണ്ട് നെക്ക്, അങ്ങനത്തെ ആ ബ്ലൗസ് ഓപ്പോസിറ്റ് മമ്മൂക്ക ഭയങ്കര ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഞങ്ങള് സൈഡിൽ കൂടെ പിടിച്ചു പോയി എങ്ങനെയൊക്കെയോ. അതാണ് ആ സിനിമയിലെ കോസ്റ്റ്യൂംസ്. എനിക്ക് സ്നേഹയുടെ സാരികൾ ഭയങ്കര ഇപ്പോഴും നമ്മൾ പിൻട്രസ്റ്റ് എല്ലാം കോട്ടൺ സാരി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇടയിൽ അതിങ്ങനെ നമുക്ക് തന്നെ സജഷൻ വരാറുണ്ട്. അടിപൊളി. ഇപ്പൊ ഗ്രേറ്റ് ഫാദറിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പൊ സ്നേഹയുടെ കാര്യം പറയുമ്പോൾ മമ്മൂക്കനെ പോലുള്ള ഒരു ആക്ടറിന്റെ മുമ്പിലേക്ക് അത് നമുക്കറിയാം. ഇപ്പൊ മലയാളത്തിൽ തന്നെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധിക്കുന്ന, അത്രയും ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ പോകുന്ന, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിൽ കൂടെ കോസ്റ്റ്യൂംസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കോസ്റ്റ്യൂമായിട്ട് നിങ്ങൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു തീ ഉണ്ടാവുമല്ലോ, മമ്മൂക്കയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ്, അത് എന്താ ഒരു ഉള്ളിലേക്ക് വരിക മമ്മൂക്കയുടെ അടുത്തൊക്കെ പോകുമ്പോൾ കോസ്റ്റ്യൂമായിട്ട്? അതായത് ഏറ്റവും നന്നായി ചെയ്യാന്നുള്ളത് തന്നെയുള്ളൂ. അതിൽ നമ്മൾ ഒരു രീതിയിലും അദ്ദേഹം അത്ര അടിപൊളിയായി എന്ത് കോസ്റ്റ്യൂം ആയാലും അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയി നിൽക്കുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് പോവാന്ന് പറഞ്ഞില്ല ഒരേ ഫ്രെയിമിൽ. അത്
പുള്ളിനേലും കൂടുതൽ അത് കാണുന്ന ആളുകൾക്കും അതൊരു awkward ആയി അത് ഒന്നിങ്ങനെ നിൽക്കരുത് എന്നുള്ളത്. സോ നമ്മൾ ആദ്യമേ അഡ്വാൻസ് ആയി വർക്ക് ചെയ്ത് പിന്നെ മമ്മൂക്കാന്റെ കൂടെ പേഴ്സണലായിട്ട് അഭിജിത്താണ്. അഭി നമ്മുടെ ഭയങ്കര നല്ല ഫ്രണ്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടെ അഭിനോട് ചോദിക്കും, അഭി ഇതെന്താണ് പരിപാടി. അഭി ഓൾറെഡി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ല. അവിടെ ഫ്രെയിമിൽ വരുന്നതിന് മുമ്പേ നമുക്കറിയായിരിക്കും ഇതിങ്ങനെയാണ് കോസ്റ്റ്യൂം, സോ നമ്മൾ ഇതാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വഴി ഇതെല്ലാം ഓൾറെഡി പ്രീ വർക്ക്സിലെ തന്നെ സെറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരാറില്ല. ഇല്ല, മമ്മൂക്ക സജഷൻ തരാറുണ്ട്, ഈ കോസ്റ്റ്യൂം ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായേനെ, ഈ കോസ്റ്റ്യൂമിന് ഈ ഫാബ്രിക് ആണ്, അങ്ങനത്തെ ഒക്കെ സജഷൻസ് തരാറുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 4 ഷൈലോക്ക്, ഗ്രേറ്റ് ഫാദർ, 18-ാം പടിയിൽ ഉണ്ടായിരുന്നു, CBI 5, ഞാൻ 4 പടം ചെയ്തിട്ടുള്ളൂ. അതിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ മമ്മൂക്കയുടെ കാര്യം പറയുമ്പോ തന്നെ പിന്നെ ലാലേട്ടന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഒറ്റ സിനിമയിൽ. പക്ഷെ എനിക്കറിയാം ഒരു ലാലേട്ടൻ ഫാനാണ്. ഇപ്പൊ ആറാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്റ്റെഫി ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്ത കോസ്റ്റ്യൂംസ് കൊടുത്താക്കുന്നത് ലാലേട്ടന്റെ ആറാട്ടിലാണ് ഇതുവരെ. ഇപ്പൊ ആടത്രി വരുന്നുണ്ട്, അപ്പൊ റേറ്റ് മാറിയിട്ടുണ്ട് അതില്. ലാലേട്ടന്റെ ആ കോസ്റ്റ്യൂംസിന് അപ്പൊ ഏകദേശം എത്ര രൂപ വരെ വന്നിട്ടുണ്ട്? കുർത്താസിനാണോ? ജിഷാദാണ് അന്ന് പർച്ചേസ് ചെയ്തത് മെയിൻലി. അതുകൊണ്ട് എനിക്ക് അതിന്റെ എമൗണ്ട് കറക്റ്റ് അറിഞ്ഞുകൂടാ എത്രയായി വന്നേന്നുള്ളത്. പിന്നെ അതിൽ മുണ്ടുകൾ MCR ആയിട്ട് ടൈപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്ക് പ്രോപ്പറായി ഓർമ്മയില്ല എന്നല്ല അറിയില്ല. ഓക്കെ, ഒരു സിനിമ ഇപ്പൊ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ആണേ, എനിക്ക് എന്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്തിനാ ക്യാഷ് അപ്പൊ കൂടുതലാവുന്നത്? കുർത്തയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ അതില്, അല്ലെങ്കിൽ മുണ്ടുകൾക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ ലാലേട്ടന്റെ മാത്രമല്ല, ഞാൻ മൊത്തത്തിൽ കോസ്റ്റ്യൂം, ഒരുപാട് ഫൈറ്റ് ഉള്ള, ഒരുപാട് ഡാൻസ് ഉള്ള, ഒത്തിരി ക്രൗഡ് ഉള്ള ഒരു പടമല്ലായിരുന്നോ. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറേ ഒരുപാട് കോസ്റ്റ്യൂമിന് ഡ്യൂപ്പ് വേണം. 1+1, 1+2 കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, പാട്ടുകൾ വിത്ത് ജൂനിയർ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു പാട്ടുണ്ട്. അയ്യോ, പാട്ട് എനിക്ക് പറയാൻ പോലും അറിയാത്ത ആളായതുകൊണ്ട് പറയാൻ പോലും പാട്ട് ഏതറിയോ? വിഷുവിന്റെ പാട്ട്. വിഷു അല്ലേ? അപ്പൊ അതിൽ കുറേ ഡാൻസേഴ്സ് ഉണ്ട്, മോഹിനിയാട്ടം, തിരുവാതിര, കലാരൂപങ്ങൾ മുഴുവൻ ഉണ്ട് അതില്. എല്ലാം നമ്മൾ ചെയ്യേണ്ടി വന്നില്ല. ബട്ട് ഇതെല്ലാം വരുമ്പോ തന്നെ കുറേ ബഡ്ജറ്റ് വൈസ് നമ്മൾ കുറേ മുമ്പിൽ ആകും. ഓക്കെ, അപ്പോൾ ഒരു സിനിമ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഏകദേശം നിങ്ങൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിന് മാത്രം, കോസ്റ്റ്യൂം തയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഏകദേശം എത്ര ബഡ്ജറ്റാ അപ്രോക്സിമേറ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാവുക? ഞാനിത് പറയാൻ പറ്റാത്ത കൊണ്ട് പറയുന്നതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരു സിനിമയും വേറൊരു സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ബന്ധം ഉണ്ടാവൂല ചിലപ്പോൾ ബഡ്ജറ്റ് വൈസ്. സോ ഇതാണ് ഇതിന്റെ ഒരു മിനിമം ഒരു ഇത്രയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നുമില്ല. ഓക്കെ, ചിലത് നമ്മൾ ചെയ്യുന്നത് 10 lakhsലാണ്, ചിലത് തീരുന്നത് 20, 25, 30, 60 പോകും. 60 lakhs ഒക്കെ അല്ല, പക്ഷെ എന്റെ ഇപ്പൊ പോവും. എന്റെ ഇപ്പൊ പോക്ക് കണ്ടിട്ട് ഏകദേശം എങ്ങനെയാണ് രീതിയാണ്. 60 lakhs വരെയൊക്കെ ബഡ്ജറ്റ് വരുമ്പോ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ എനിക്കറിയില്ല, ഞാനിത് പറയുമ്പോ തന്നെ ഇത് എനിക്ക് പെർമിഷൻ ഉണ്ടോ പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ 60-ക്കെല്ലാം മുകളിൽ വരുന്ന ബഡ്ജറ്റ് കോസ്റ്റ്യൂമിന് മാത്രം ബഡ്ജറ്റുള്ള പടമാണ് ആടുത്രി. ആണല്ലേ? ഞാൻ ഈ പടമെല്ലാം ഇറങ്ങി ബിജു ചേട്ടനോടും വിജയ് ചേട്ടനോടൊക്കെ പെർമിഷൻ വാങ്ങി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ദിവസം എനിക്ക് കുറച്ച് പറയാനുണ്ട്, ഞാൻ വന്നിട്ട് ഫുൾ കഥ പറഞ്ഞു. അതായത് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ ഞാനിത് മുഴുവൻ അന്നേരം ഇതിന്റെ ഒരു പരിപാടി പറഞ്ഞു. അപ്പൊ എന്താ ഈ 60 lakhs എബവ് പോവാനുള്ള ആടുത്രിയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ ആടുത്രി, എനിക്ക് പേടിയാവുന്നു. അത് ഇത്രയും കുറെ ആളുകൾക്ക് ചെയ്യുന്നോണ്ടാണോ, അല്ലെങ്കിൽ അതൊന്നും പറയത്തില്ല? അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ ടോവിനോന്റെ കാര്യം പറഞ്ഞല്ലോ, ഗപ്പിയിലെ, അത് ഈ പറഞ്ഞ പോലെ ടോവിനോനെ ഏറ്റവും സ്റ്റൈലായിട്ട് നമ്മൾ കണ്ടാക്കുന്നത് അപ്പോഴാ. അതായത് കുറെ സിനിമയിൽ ആൾ ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസിന് ഒരു യൂണിക്നെസ് ഉണ്ട് അല്ലേ, ഒരു ബൊഹീമിയൻ ലുക്കുള്ള ഭയങ്കര സ്റ്റൈലായിട്ടുള്ള അടിപൊളി ലുക്കിൽ. അപ്പോൾ ഈ ഞാനിങ്ങനെ എപ്പോഴോ കേട്ട് ടൊവിനോന്റെ ആരും വിശ്വസിക്കുന്നില്ല, ടൊവിനോന്റെ കോസ്റ്റ്യൂം നിങ്ങൾ ഏതോ പെൺകുട്ടികളുടെ സൽവാറൊക്കെ കട്ട് ചെയ്തിട്ട് പാവാട കട്ട് ചെയ്തിട്ട്, അതെന്താ അങ്ങനെ ഒരു കഥ? അത് ആ സമയത്ത് ഇപ്പം എനിക്കൊന്നും അങ്ങനത്തെ പ്രിന്റുള്ള ഒരുപാട് മെറ്റീരിയൽ എല്ലാം റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് എല്ലാ കടകളിലും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ പോകുമ്പോൾ. പക്ഷെ അന്ന്
ഈ ജിപ്സി ട്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റെഫറൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഇത് അവൈലബിൾ അല്ല. ഈ മൾട്ടി കളർ ഇങ്ങനത്തെ ഒരു പാച്ച് വർക്കുള്ള മെറ്റീരിയൽ എവിടെ കടകളിലും ഇല്ല. അപ്പോഴാണ് ഞാനൊരു ഷോപ്പിൽ പോകുമ്പോൾ ഈ സ്കേർട്ട് കണ്ടത്. അന്നേരം ഞാനിതൊരു 2-3 വാങ്ങിയിട്ട് അത് ടൈലറിനെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് എന്താണെന്നറിയോ, എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് ജോൺ പോൾ ജോർജ് എന്ന് പറഞ്ഞ ഡയറക്ടർ അത് കണ്ടപ്പോൾ ഓക്കെ അടിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത് പറയാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു സീനിന് ഈ കോസ്റ്റ്യൂം എന്നുള്ളതിനേൽ ഒരു 3 ഓപ്ഷൻ ചിലപ്പോൾ കൊടുക്കും. അപ്പൊ ആ ഓപ്ഷനിൽ നിന്ന് ഇത് ചൂസ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരൊറ്റ ഓപ്ഷൻ ആയിരിക്കില്ല നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അല്ല, ഒരു സ്റ്റെപ്പ് പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി ഒക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ കാരണം നമ്മളൊരു കോസ്റ്റ്യൂം കൊണ്ടുപോകുമ്പം അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ ആർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതായിട്ട് മേർജ് ആവും, അല്ലെങ്കിൽ പല റീസൺ അല്ല ഓപ്പോസിറ്റ് ഉള്ള 2 പേരും ഒരേ കളർ വന്നു, പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഇന്ന കോസ്റ്റ്യൂം ഇന്ന സീനെന്ന് പറഞ്ഞ് അത്രയും പ്രാക്ടിക്കലി നമ്മൾ പോവാനൊന്നും പറ്റില്ല. ഈ ഗപ്പിയില് ടൊവിനോക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എത്ര കോസ്റ്റ്യൂംസ് ഏകദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഓർമ്മയില്ല, കാരണം അത്രയും നാളായില്ല, 9 വർഷമായില്ലേ. ഏകദേശം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഒരു നായികയ്ക്കും വേണ്ടിയിട്ട് എത്ര കോസ്റ്റ്യൂംസ്? അത് സീനിനനുസരിച്ചിരിക്കും, അവരുടെ സീൻ, നമ്പർ ഓഫ് ചേഞ്ചസ്, അവര് സോങ് കട്ട്സിൽ വരുന്ന എത്ര ചേഞ്ച് ആണ്, ഫൈറ്റിൽ വരുന്നത് എത്ര ഡ്യൂപ്പാണ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ഓക്കെ, ഇത് എത്ര പേര് ഇതിപ്പോ തുറന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ചില സിനിമയിലെ ഇപ്പൊ ചില കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ അനുയോജ്യമായി ചിലപ്പോൾ പോളിസ്റ്റർ ആയിരിക്കും, അതായത് നമുക്ക് ഇടാൻ വലിയ കംഫർട്ട് ഇല്ലാത്ത ഫാബ്രിക് ഉള്ള കോസ്റ്റ്യൂംസ് ഉണ്ടായിരിക്കും. ഇപ്പം ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ചില ആക്ടേഴ്സിന് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ കംഫർട്ട് ആയിരിക്കില്ല അത്തരം ഫാബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയാറുണ്ടോ ഫാബ്രിക് എനിക്ക് ഇടാൻ പറ്റില്ല സോറി എന്ന് പറയുന്ന സമയത്തൊക്കെ അപ്പോൾ നിങ്ങൾ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് എന്താ ചെയ്യുക? ഒന്ന് പോളിസ്റ്റർ ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു, ഓക്കെ, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു സാധനം എൻ്റെ അടുത്ത് കൊണ്ട് തന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെല്ലാം പറയുമായിരിക്കും. ഇതുപോലെ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ആർട്ടിസ്റ്റ് ഒരു ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ അവര് അഭിനയിക്കുന്നതല്ലേ. അപ്പൊ അവര് കംഫർട്ടബിൾ ആവുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണത്. അപ്പം അവരെ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു കോസ്റ്റ്യൂം കൊടുത്തിട്ട് ഇതാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾ ഇത് ഇട്ടേ പറ്റൂ എന്ന് പറയുന്നത് ഒരു വൃത്തിയായിട്ട് പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അത് മനസ്സിലാക്കി അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന മെറ്റീരിയൽ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ പോളിസ്റ്റർ മെയിൻ ആർട്ടിസ്റ്റിനെന്നല്ല, ജൂനിയേഴ്സിന് ഞാൻ പോളിസ്റ്റർ സജസ്റ്റ് ചെയ്യില്ല, കാരണം അത് ഇടുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇതിപ്പോ അപ്പൊ എല്ലാ ക്യാരക്ടറിന്റെ ഡിസൈൻ ചെയ്യുമ്പോഴപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറുണ്ട്, അതായത് ഫാബ്രിക് ഇതാണ് അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിൽ? അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾക്കെല്ലാം നമ്മളെ ട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ എന്താണ് പാറ്റേൺ എന്ന് പോലും പറയലുണ്ടാവില്ല. സെറ്റിൽ കൊണ്ടുപോകുമ്പോഴായിരിക്കും അവർ കാണുന്നത്. അതിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ട് അവർ പറയും, നമ്മളത് ഒഴിവാക്കും. അതർവൈസ് ഇതാണ് ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ് കേട്ടോ, ഇത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും അല്ല. ആർട്ടിസ്റ്റുകൾ അങ്ങനെ അല്ല ഇവിടുത്തെ. അവർ ഭയങ്കരമായിട്ട് ടെക്നീഷ്യൻസിന് റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സുകളിൽ വിശ്വസിച്ചിടുന്ന അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെയാണ് മലയാളത്തില്. ഇതിപ്പോ സ്റ്റെഫിയുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ലുക്ക ചുപ്പിയാണ് ആദ്യം ചെയ്തിരുന്നത്, പക്ഷെ അല്ല. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അത് 7000 കണ്ടി ലോർഡ് ലിവിങ്സ്റ്റൺ ആണ്. അതായത് ഷൂട്ട് തുടങ്ങിയത് ലുക്ക ചുപ്പിയാണ്, സിനിമ 7000 കണ്ടിയാണ്. ഞാൻ വിചാരിക്കായിരുന്നേ, അതായത് ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് അസിസ്റ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടീനെ വിശ്വസിച്ച് അനിൽ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് ചെയ്യുന്ന അത്രയും റിസ്ക് ഉള്ള, അത്രയും ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാനുള്ളൊരു സിനിമ, ആ ട്രൈബൽ ലുക്കൊക്കെ ഉള്ളൊരു കോസ്റ്റ്യൂം. അപ്പം ഈ അന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ 20കളുടെ തുടക്കത്തിലായിരുന്നില്ല താങ്കൾ? അപ്പൊ അത്രയും വലിയ 20കളുടെ അവസാനം അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ അത്രയും റിസ്ക് ഉള്ളതാവുന്ന സമയത്ത് ആ 20കാരിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രഷർ ആ സമയത്ത് എന്തായിരുന്നു? ഒരു പ്രഷറും ഉണ്ടായിരുന്നു. എനിക്ക് ഒരു കുന്തം അറിയില്ലായിരുന്നു. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സ്ഥലത്തെ കുറിച്ച് ഞാൻ എന്ത് ടെൻഷൻ അടിക്കാനോ, ഇത് സിമ്പിൾ അല്ല, ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ഇതായിരുന്നു എന്റെ മൂഡ്. പക്ഷെ ഇന്ന് എന്നോട് 7000 കണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്റെ മുട്ട് പറക്കും, ഞാൻ പേടിക്കും. എനിക്ക് അന്ന് അറിയില്ല എന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കുറച്ചെന്തൊക്കെ ഐഡിയ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഇല്ലേ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് അനിലേട്ടൻ എന്തൊരു ധൈര്യശാലിയായ മനുഷ്യനാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ അപ്പൊ ഈ 7000 കണ്ടിയിൽ യൂസ് ചെയ്ത കോസ്റ്റ്യൂംസ് എന്തായാലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ഇതിപ്പോ നമ്മള് 7000 കണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇയാൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ കോസ്റ്റ്യൂം കണ്ടിട്ട് അതിന്റെ വിശേഷം പറയാം. അതായത് 7000 കണ്ടിയിൽ യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ ചെറിയൊരു പീസ്, അത് ഞാൻ വേറെ ഒരു കോസ്റ്റ്യൂമും അങ്ങനെ എൻ്റെ കയ്യിലില്ല. കോസ്റ്റ്യൂം അല്ല, എൻ്റെ ആദ്യ സിനിമയിലെ ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ എൻ്റെ ഒരു ഓർമ്മ 10 years മുമ്പുള്ളതാണ്. അപ്പൊ അത്
എനിക്ക് നാളെ വരുന്നത് പറയുമ്പോ. അത് 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 എടുത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എടുത്തോ, എവിടെ? ബാക്കിലുണ്ട്. ഇത് ആ, അല്ല, അന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്നത് കാണുമ്പോ ഇതായിരുന്നു ഇതാണ് ഇതായിരുന്നു എക്സാക്ട് യൂസ് ചെയ്ത fabric. ഇതായിരുന്നു ഇതെല്ലാമാണ് അതിന്റെ ഇത് വേറെ എന്തിനായിരുന്നു. ഇതാണ് അതിന്റെ ബേസ് മെറ്റീരിയൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇത് എന്താ മെറ്റീരിയൽ? ഇതൊരു കർട്ടൻ ക്ലോത്ത് ഇല്ലേ? കട്ടൻ ക്ലോത്ത് ആണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തത് അതെ അതെ. ഏതായിരുന്നു യൂസ് ചെയ്തപ്പോ? ഇതിന്റെ താഴെ ഞങ്ങൾ പല പല ഗാഡ ക്ലോത്ത്, കോറ ക്ലോത്ത് എന്നെല്ലാം പറയുന്നതുണ്ട്. പക്ഷെ ഏറ്റവും ബേസ് ആയിട്ട് യൂസ് ചെയ്തത്, അതായത് അപ്പർ ബോഡി എല്ലാം വരില്ലേ, കൂടുതൽ നിങ്ങൾ സിനിമയിൽ കാണുന്ന ആ ട്രൈബൽ വേറില്ലേ, അത് ഈ കർട്ടൻ മെറ്റീരിയൽ ആണ്. ഇതിനപ്പോ എന്താ ചെയ്തെടുത്തത് നിങ്ങൾ? ഇത് ഞങ്ങള് ഒരുപാട് കെമിക്കൽ ഡൈയിങ്ങിലും വാഷിലും കൂടെ ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, കണ്ടില്ലേ? ഇത് അങ്ങനെ രൂപമാറ്റം ചെയ്ത് നിങ്ങൾ അഡ്ജസ്റ്റ്. ഇത് കണ്ടിട്ട് ഇപ്പൊ ഗദ്ദാഫി ഇത് ഇങ്ങനെ കണ്ടിട്ട് ഇനി അതിലെ ആ ഏരിയയിലുള്ള ആ ഒരു പോർഷനിലുള്ള പൊടി 10 വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ള ആളാ ഞാൻ. മാറ്റട്ടെ. അപ്പൊ ഇത് ഇനി നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ഇത് മനസ്സിലാവും. ഇപ്പൊ ആടുജീവിതമൊക്കെ ഇത്രയും വർഷത്തെ റിസർച്ച് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഡയറക്ടർ വിളിച്ചിട്ട് പറയണേ, ആ കോസ്റ്റ്യൂംസ് സെറ്റ് ആവും തോന്നുന്നില്ല, നമ്മൾ വേറെ എന്തൊക്കെയോ ചേഞ്ചസ് വന്നു. ഒരു ഓവർ നൈറ്റിൽ ചിലപ്പോൾ ഒരു ഡിസൈനൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉള്ളൊരു പ്രഷർ എന്തുമാത്രം? ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഉണ്ട്. ഒന്ന് പട എന്ന് പറഞ്ഞ സിനിമയില്ലേ, പട എന്ന് പറഞ്ഞ സിനിമയിൽ 90s കഥയാണ് അത് പറയുന്നത്. ചാക്കോച്ചന്റെ എല്ലാവരുടെയും കോസ്റ്റ്യൂം ഓൾറെഡി നമ്മൾ അഡ്വാൻസ് ചെയ്ത് കാണിച്ച് ഈ 4 പേര് നടന്നു വരുമ്പോൾ ഇതാണ് കളർ പാലറ്റ്, ഇതാണ്. ഇതിന് 3-4 എണ്ണം എക്സ്ട്രാ വേണം, കാരണം അതൊരു കോസ്റ്റ്യൂം സിനിമ കണ്ടിട്ടോ അറിയില്ല. അതൊരു കലക്ടറേറ്റിൽ കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു കോസ്റ്റ്യൂമാണ്. അപ്പൊ ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് തലേ ദിവസം ചാക്കോച്ചന്റെ കോസ്റ്റ്യൂം പെട്ടെന്ന് മാറ്റി. ഈ കോസ്റ്റ്യൂം ഒന്ന് ഓക്കെ ആവാൻ ഞാൻ 1.5 മാസം നടന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രാത്രി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനോന്നുള്ള അവസ്ഥയായിരുന്നു. സമീർക്കായിരുന്നു ക്യാമറാമാൻ, സമീർ താഹിർ. സമീർക്ക് ഒരു കറക്റ്റ് ഇത് ഇങ്ങനെയാണ്, നമുക്കിത് ഇങ്ങനെ പിടിക്കാമെന്ന് കൃത്യമായി പറഞ്ഞു തന്നു. ഞാനത് അന്ന് വൈകുന്നേരം ഓടിപ്പോയി നമ്മൾ എങ്ങനെയല്ലോ ചെയ്ത് പുള്ളി അതിന്നൊന്ന് ചൂസ് ചെയ്തു. അത് രാവിലെ ആകുമ്പോഴത്തേനും ശരിയായി. അത് ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് രാത്രിയും കൊണ്ടുള്ള ഒരു ഓട്ടമായിരുന്നു. അതുപോലെ ചെയ്തിട്ട് പാളി തള്ളി ഒരു പരിപാടി എന്ന് പറഞ്ഞാല്, ഈ ആട് 2 ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടടോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നിക്കോൾ ആൻഡ് സോനാൽ, ഒരു നാച്ചോ അങ്ങനെ എന്തോ ഒരു വലിയ ഡാൻസ്, പാൻ ഇന്ത്യൻ പിള്ളേരാ. അപ്പൊ അവരെ കൊണ്ടുവന്നു ഡാൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ആട് 2 എൻ്റെ അങ്ങനെ വലിയ ഡിസൈനർ പരിപാടി കുറവുള്ള ഒരു പടം, നോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ആകെ 2-3 പെണ്ണുങ്ങൾ വരുന്നത് ഇവിടെയാണ്. എന്റെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇടാൻ പറ്റിയ അവസരമാണെന്ന് വെച്ച് ഞാൻ, എൻ്റെ തെറ്റാവാം, ഇവർക്ക് 2 ചേഞ്ചാണ് സോങ്ങില്. അപ്പൊ ഞാൻ 2 ചെയ്തു. ഇപ്പൊ സോനാലിനൊന്ന് നിക്കോളിനൊന്ന് ഒരു ചെയ്ത്. നെക്സ്റ്റ് ഗെറ്റപ്പ് ഇവിടെ ഒന്ന്, ഇവിടെ മഞ്ഞ, ഇവിടെ പച്ച, ഇവിടെ ചുമപ്പ്, ഇവിടെ നീല, ഞാൻ 4 കളറിൽ ചെയ്ത്. വൈകുന്നേരം ഇവര് ഫ്ലൈറ്റ് ഇറങ്ങി ട്രയലിന് രാത്രി 9:30 ആയപ്പോ കാലടിയിലായിരുന്നു ഷൂട്ട്. അവിടെ വരുമ്പോഴാണ്, നാളെ രാവിലെ 6:30 ഷോട്ടാണ്, ഷോബി മാസ്റ്ററാണ്. അയ്യോ, ഇവർക്ക് യൂണിഫോമിറ്റി വേണമായിരുന്നു, 2 പേരും ഒരേ കോസ്റ്റ്യൂം ഇടണ്ടേന്ന് പറയുന്നത്. ഞാൻ ഒരാഴ്ച കൊണ്ട് ഡിസൈൻ ചെയ്ത സാധനം 4 കളറായിരുന്നു. അപ്പൊ എന്താ ചെയ്തേ? ഞാൻ മറ്റേ എന്റെ കിളിയെല്ലാം പോയിട്ട് 9:30, ഇനി കടകൾ അടച്ചില്ലേ, ഒന്നുമില്ല. ടൈലർ എന്റെ എല്ലാം കിളി പോയി. പക്ഷെ അവിടെ നമ്മുടെ ഡയറക്ടറും നമ്മുടെ പ്രൊഡ്യൂസറും നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, നോർമലി വേറെ ആൾക്കാരാണെങ്കിൽ അതെന്താ ആലോചിച്ചില്ലേ, അതെന്താ ചിന്തിച്ചില്ലേ, അതെന്താ ചോദിച്ചില്ലേ, 100,000 ക്വസ്റ്റ്യൻ വരാം അല്ലേ. പക്ഷെ അന്നേരം എൻ്റെ അടുത്ത് രാവിലെ ആണേ ഷൂട്ട്, ശരിയാക്കുമല്ലോ, എന്തെങ്കിലും തരാന്നുള്ള രീതിയിൽ എന്നെ ട്രസ്റ്റ് ചെയ്തവര്. നമ്മള് രാത്രി ഇവിടെ ഒരു കടയുണ്ട് എടപ്പള്ളിയിൽ, ഒരു 11 മണി വരെയുള്ള, അവിടേക്ക് ഓടി അവിടെ കിട്ടിയ സംഭവം എല്ലാം എടുത്ത് രാത്രിയിൽ ഇരുന്ന് ഞങ്ങളൊരു, എന്റെ ടൈലേഴ്സ് അതിന്റെ കൂടെ നിന്ന് അങ്ങനെ ചെയ്തതാണ് ആ സോങ്ങിൽ ഉള്ള പാട്ട്. അത് കാണുമ്പോ ഇപ്പോഴും ഒരു ഈ പാട്ട് ഇനി കാണുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഇവരുടെ കോസ്റ്റ്യൂം ആയിരിക്കും. എനിക്കെപ്പോഴും അങ്ങനെ അറിഞ്ഞൂടാ, ഞാൻ എപ്പോഴും അത് ആലോചിക്കാറ്. ഈ പറഞ്ഞ പോലെ ചില മിസ്റ്റേക്സ്, ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയാണല്ലോ, മിസ്റ്റേക്ക് ചെയ്ത വർഷങ്ങളോളം നമ്മളുടെ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആ മിസ്റ്റേക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കണമല്ലോ. ഞാൻ ഇങ്ങനെ സ്റ്റെഫിയോട് സംസാരിച്ചപ്പോൾ സ്റ്റെഫി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലിൽ നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത സമയത്ത് അതും അവര് അതുപോലെ തന്നെ കോപ്പി അടിച്ചു എന്നുള്ളത്.
എന്നുള്ളത്. എന്താ മിസ്റ്റേക്ക്? എസ്ര മൂവിയിൽ നിങ്ങൾ ഓർമ്മയുണ്ടാവും, പ്രിയാനന്ദിന്റെ മെറ്റേണിറ്റി വേറുണ്ട്, ഒരു വെള്ള ഉടുപ്പ് മറ്റേ പട്ടിയുടെ തലയായിട്ട് ഇങ്ങനെ പോകുന്ന സീൻ. അപ്പൊ ആ ഒരു വൈറ്റ് ഗൗൺ നമ്മള് ചെയ്തു കഴിഞ്ഞപ്പോ ഈ മെറ്റേണിറ്റി വെയറിന്റെ ചില ടെക്നിക്കൽ സൈഡ് നമുക്കും അത്ര എന്നറിയില്ല. ചെയ്ത് കഴിഞ്ഞ് 9 months വയറ് വെച്ച് കഴിഞ്ഞപ്പോ ഡ്രസ്സിന്റെ നീളം കയറിപ്പോയി. വയർ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇത്രയാണ് ഉദ്ദേശിച്ചത്, മുട്ടിന്റെ താഴെ വരെ. ഈ വയറ് വെച്ച് കഴിഞ്ഞപ്പോ മുട്ടിന്റെ ബോഡിയോട്ട് കയറി, കാരണം വയറിന്റെ ഇത്രയും കവറായി പൊന്തിപ്പോയി. ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നേരമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു, ഒരു ഡിസൈൻ വേറെ വല്ലതും ചെയ്യാൻ, സ്റ്റിച്ച് ചെയ്യാനൊന്നും സമയമില്ല, ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അതിന്റെ ബാലൻസ് മെറ്റീരിയൽ എടുത്ത് താഴെ എക്സ്ട്രാ ഒരു ലെയർ ഇല്ലേ തയ്ച്ചു വെച്ചു. അത് ഡബിൾ ലെയർ ഉടുപ്പാന്ന് വിചാരിച്ചോട്ടെ, തൽക്കാലം ഇനി വേറെ ഒരു രക്ഷയില്ല, 2 ലേസും കൂടെ അടി കൊടുത്താ ഇത് പുതിയ മോഡലാന്ന് പറയാൻ. ഇതങ്ങനെ പോയി. അത് കഴിഞ്ഞ് എസ്ര ഹിന്ദിയില് റീമേക്ക് ചെയ്ത അതിന്റെ ടീച്ചർ ഞാൻ കാണുമ്പോ എനിക്ക് അബദ്ധം പറ്റിയതാണ്. സ്റ്റൈലാക്കി അതാണ് ആ ഡ്രസ്സിന്റെ സ്റ്റൈൽ എന്നാണ് അവര് വിചാരിച്ചത്. ഇതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഈ പറഞ്ഞ പോലെ സ്റ്റൈലായി വന്ന വേറെ ഏതെങ്കിലും സിനിമകളോ ഇൻസിഡൻസോ ഉണ്ട്? അതായത് നമ്മളുടെ ഒരു പൊട്ടത്തരം കൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് സിറ്റുവേഷൻ കൊണ്ട് ചെയ്തതായിരിക്കും, പക്ഷെ പിന്നീട് അത് ട്രെൻഡായി മാറി, അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇല്ല, എസ്ര അങ്ങനെ തന്നെയാ സംഭവിച്ചത്. ഇപ്പൊ സ്റ്റെഫി ഇത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞതാ, പക്ഷെ കേസ്. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഈ പറഞ്ഞ പോലെ ഓർമ്മയിലുള്ളത് ഏതാ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത് മിസ്റ്റേക്ക്? ഞാൻ അത് പറയില്ല. ഇപ്പൊ എന്താ പറയാ, ഞാൻ അത് എന്തെങ്കിലും ബിജുക്കുട്ടൻ ചേട്ടനോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് പറയാം. ആൻഡ് കോവിഡ് ടൈമിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് എടുക്കുകയാണ് കൊച്ചിയിൽ. അപ്പം മുംബൈ എന്നുള്ള ഏജൻസിയാണ്, നാഷണൽ ലെവലിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. ഏജൻസി മുംബൈ ആണ്, ഡയറക്ടറും പാൻ ഇന്ത്യൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന മലയാളിയാണ്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് വരുന്ന ഒരു മെയിൻ ക്യാരക്ടർ ഒരു PPE കിറ്റ്, അന്ന് കോവിഡ് ടൈം PPE കിറ്റ് ഭയങ്കര പ്രധാനമാണല്ലോ. അതിട്ട് വരുന്ന കോൺസെപ്റ്റ് അങ്ങനെയാ, ഈ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ്. അപ്പൊ ഈ മുംബൈയിലുള്ള ഏജൻസി ഗ്രീൻ കളർ PPE കിറ്റാണ് പറഞ്ഞത്. അന്ന് ഇവിടെ വൈറ്റും ബ്ലൂ ഇല്ലേ, ഒരു ബ്ലൂ കളർ നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റൽ, ഇത് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഞാൻ 2 days ആയി നടന്നിട്ട് സാധനം കിട്ടുന്നില്ല. ഫൈനലി അപ്പൊ എനിക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തുകൊണ്ടില്ല, അതെന്താ ഇല്ലാത്ത, അത് വേണം ഇങ്ങനെ എന്നെ പ്രഷർ ചെയ്യാണ് ഭയങ്കരമായിട്ട്. ഞാൻ നടന്ന് ഫൈനലി ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാൻ പോയിട്ട് ചേട്ടാ ഗ്രീൻ കളർ PPE കിറ്റ് ഉണ്ടോ എന്ന് വെച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്ത് കാണിച്ചു. ഞാൻ കറക്റ്റ് റെഫറൻസ്, എന്താണോ ഉദ്ദേശിച്ചത് അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ ഈ എക്സൈറ്റ്മെന്റ് കാരണം ഇത്രയും നേരം ഞാൻ കുറെ ആയിട്ട് എന്നെ ഇവരിങ്ങനെ ഞാൻ കുറച്ച് അവിടെ നിക്കാം. അപ്പൊ ഞാൻ ആ സന്തോഷത്തില് ഓക്കെ ഒരു സെൽഫി എടുത്ത് കിട്ടി അപ്പൊ തന്നെ ഇവരെല്ലാരും കൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം സ്റ്റെഫിക്ക് ഇത് കിട്ടും, വേറെ ആരാ ഉള്ളതെന്ന് എന്നെ ഇങ്ങനെ പുകഴ്ത്തി വിട്ടു. ഞാൻ ശരി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ഒപ്പിച്ചല്ലോ സാധനം, ഇനി ഇവർക്കൊന്നും പറയാനില്ലല്ലോ എന്നുള്ള രീതിയിൽ. രാവിലെ ഷൂട്ടാണ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം. അപ്പോൾ ഏജൻസി ഡയറക്ടർ, DOP, ക്ലൈന്റ് എല്ലാരും വന്നിട്ട് ഷെഫി അതെവിടെ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അത് കാണിച്ചു തന്നിട്ട് ഞാനിങ്ങനെ എല്ലാവരും വരും, എല്ലാവരും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാം. എന്റെ ചുറ്റുവരെല്ലാരും ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കവറാ, ഞാൻ തുറക്കട്ടെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ ഞാനിത് സൈഡ് ഒരു പ്ലാസ്റ്റിക് കവർ ഇല്ലേ നമ്മളിങ്ങനെ തുറന്ന്, ഗ്രീൻ ഇതാണേ, ഇതിങ്ങനെ പുറത്ത് വലിക്കുമ്പോ ബ്ലൂ കളറ്. അയ്യോ, അതിന്റെ കവർ ആയിരുന്നു ഗ്രീൻ, ടിൻഡഡ് ആയിരുന്നു, ട്രാൻസ്പെറന്റ് ടിൻഡഡ്. ഞാൻ പറയാം, ഞാനിങ്ങനെ ഇത് ബ്ലൂ പുറത്ത് വരുമ്പം ആ ഭൂമി അങ്ങ് തുറന്ന് തലോട്ട് പോയായിരുന്നു, ഞാനങ്ങ് ചത്താ മതി. എനിക്ക് നാണക്കേട് കാരണം തല പൊന്തുന്നില്ല, ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നിക്കുക. വീണ്ടും ഞാൻ അതിന്റെ കവറിന്റെ ഉള്ളിലിടുമ്പോ ഇത് പൊന്താണെന്ന് പുല്ല്. എന്നിട്ട് ഇവരിങ്ങനെ എന്നെ നോക്കുമ്പോ എനിക്ക് പറയാനൊന്നുമില്ല, എന്റെ നാവെല്ലാം ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു 1 hour കഴിയുമ്പോ ഷൂട്ടാണ്, ഞങ്ങൾക്കൊന്നും അറിയണ്ട, സാധനം വേണമെന്ന്. ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം എന്റെ കണ്ണ് നിറഞ്ഞ് എന്റെ ഇങ്ങനെയായി. ആർട്ട് ഡയറക്ടർ ഭാവക്കയായിരുന്നു. ഭാവക്കനെ അറിയാം, ആമേൻ മൂവിയിലെ പള്ളിക്കച്ച. പുള്ളി പറഞ്ഞു വാ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത കട്ട് ഞാനും ഭാവക്ക പെയിന്റ് അടിക്കുന്നു, പച്ച പെയിന്റ്. ഇതിന് പെയിന്റ് അടിച്ച് ഞങ്ങൾ പക്ഷെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും പെയിന്റ് പൊളിഞ്ഞു വരും.
പിന്നെ അഗെയിൻ നമ്മൾ പെയിന്റ് അടിക്കണം ഓക്കെ. ഗ്രീൻ കളറിൽ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അത് ഏതാളായിരുന്നു? അത് ഞാൻ പറയില്ല. ഇല്ല, ഈ അഡ്വർടൈസ്മെന്റിൽ നമ്മളെ പേര് പോലും അവര് വെക്കത്തില്ല. ഓക്കെ. അതുകൊണ്ട് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ ഷോട്ട് കഴിയുമ്പോൾ നിങ്ങൾ പെയിന്റ് അടിച്ച് കുറച്ച് കഴിയുമ്പോ ഈ പെയിന്റ് ചൂട് ഇത് ഉണങ്ങിയത് പൊളിഞ്ഞു വരും. പൊടിയും. അങ്ങനെ അടിപൊളി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നാണക്കേട് വരുന്നു. അതുപോലെ തന്നെ മൈജർ കുട്ടിച്ചാതൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് താൻ ജനിച്ചിട്ടില്ല, ഇല്ല. പക്ഷെ ആ സിനിമയിൽ താൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തു. അതെങ്ങനെ? അതായത് ഇപ്പൊ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് വരുന്ന കാലമാണല്ലോ. അപ്പൊ മൈഡിയ കുട്ടിച്ചാത്തൻ റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ഒരു പർട്ടിക്കുലർ ഏരിയ റീഷൂട്ട് ചെയ്തു. ആണോ? ഓക്കെ. ഏത് സീൻ? അത് എനിക്കറിയില്ല പറയാൻ പാടുമോന്ന്. കാരണം ഇങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ടും ജിതോ സാറിന്റെ പടം എല്ലാം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോന്നല്ല. കുറച്ച് റീഷൂട്ട് ചെയ്തായിരുന്നു. ആ ഷൂട്ടിന് ഞാനാണ് കോസ്റ്റ്യൂം ചെയ്തത്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു മെമ്മറി, എനിക്ക് സന്തോഷം, അഭിമാനം എല്ലാം ആണ് അത് ഓർക്കുമ്പം. കാരണം നമ്മൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു പടം, ആ സിനിമ, അത് ഞാൻ ആക്ച്വലി മൈഡിയ കുട്ടിച്ചാത്തൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല, അത് സത്യമായിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത് ആദ്യമായി കാണുന്നത് ജിജോ സാറിന്റെ കൂടെ ഇരുന്നാണ്. ഞാൻ പോകുമ്പോ എനിക്ക് ഗ്ലാസ് ഇങ്ങനെ എടുത്ത് കൈ തരുന്നത് വെച്ചോളൂ എന്ന് തരുന്നത് സാറാണ്. സാർ എന്നോട് സാറിനോട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഉണ്ടെന്ന് പറയാം, പക്ഷെ അറിയാണ്ട് ഇനി വല്ലതും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും. ഞാൻ സത്യം പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്നപ്പോ പുള്ളി ആദ്യമായിട്ടാന്ന് തോന്നി കാണാത്ത ഒരാളെ. അങ്ങനെ. ഓക്കെ. ഈ ഡിസൈനിങ് ലോകത്തേക്ക് വരുന്ന സമയത്തേ, അതായത് ഇതാണ് എൻ്റെ മേഖല, നമുക്ക് ചെറുപ്പത്തിൽ ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലുമൊക്കെ കോസ്റ്റ്യൂം അത് ഫാസിനേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ ഈ കുട്ടി സ്റ്റെഫിയിൽ ഒരു ഡിസൈനറെ ഉണർത്തിയൊരു ഡ്രസ്സും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറും സിനിമയിൽ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ തോന്നുന്ന ഒരു ഓർമ്മയിലുള്ളൊരു പിക്ചറും ഡിസൈനൊക്കെ ഏതാ? ബോയ്സിലെ ജനീലിയ, സ്വാഭാവികം. പിന്നെ സ്വപ്നക്കൂടില് മീര ജാസ്മിന്റെ മറ്റേ പാട്ടില് ബെൽ സ്ലീവ്, പാട്ടിലല്ലേ? പാട്ടിൽ അതിലൊരു ബെൽ സ്ലീവ് ഉണ്ടായിരുന്നു അന്ന്. അത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു നമ്മളെ നാട്ടിലെല്ലാം, സ്വപ്നക്കൂടിലെ ഉടുപ്പ്. എന്നിട്ട് അത് പിന്നെ സമ്മർ ഇൻ ബെത്ലഹേം, അത് ഞാൻ ടി വിയിലെല്ലാം കണ്ട് അതിലെ കോസ്റ്റ്യൂംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതെല്ലാം തന്നെയായിരിക്കും മെയിൻലി. ഇപ്പൊ ഡിസൈൻ നമ്മൾ മൂവിയില്ലേ, അതില് രേണുക മേനോൻ, അവരുടെ പേര് അങ്ങനെയല്ലേ, അവര് വന്ന് ഇൻട്രോ സീൻ ഉണ്ട്, ഒരു ബ്ലാക്ക് ഡ്രസ്, ജീൻസ്, ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട്, ക്യാപ്പറ്റ് ഇവിടെ ഇങ്ങനെ ഒരു കോളറിന്റെ ഇങ്ങനെ ജനലും, അന്നത് ഭയങ്കര അത്ഭുതം. ഇതെല്ലാം എങ്ങനെയാണോ ഇങ്ങനെയായിരുന്നു. ആദ്യമായിട്ട് തയ്ച്ച, അതായത് ഡിസൈൻ ചെയ്ത ഡ്രസ് ഏതാ? ആദ്യമായി ചെയ്തത് ഏതാന്ന് എനിക്ക് അങ്ങനല്ല. ഞാൻ ഗാർമെന്റ് മേക്കിംഗ് കോമ്പറ്റീഷന്റെ സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്ന് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. സമ്മാനമൊന്നും കിട്ടിയില്ല, എവിടെ പേരുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ആ ചെയ്ത ഉടുപ്പില്ലേ, അതെന്റെ അമ്മ പൊന്നുപോലെ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൂടി എടുത്തുകൊണ്ട് വരണം. വയനാട്ടില് ഈ പറഞ്ഞ ഇപ്പൊ ചില സിനിമകളിൽ, ഇപ്പൊ ഹോളിവുഡിലെ ചില ബോളിവുഡ്, ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ ഇപ്പൊ ബോയ്സിലെ ജനീലിയുടെ വലിയ ഗൗണൊക്കെ നമുക്ക് ഈ പറഞ്ഞ ചില ആൾക്കാർ റെഫറൻസ് തരും. അല്ലാതെ ഈ ഇന്ന സിനിമയിലെ ഇദ്ദേഹം ഇട്ടാക്കുന്ന പോലത്തെ റെഫറൻസ്, അത് അങ്ങനെ തന്നിട്ടുള്ള, അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ സിനിമയിൽ? റെഫറൻസ് ഒന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത ഒരുപാട്. അത് ഏതാന്നല്ല, ഒരു കുറെ ഉണ്ടാവും, ഇഷ്ടം പോലെ റെഫറൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. മമതയുടെ ജനഗണമനയിലെ കോസ്റ്റ്യൂം ഒരു പൊളിറ്റീഷ്യന്റെ ഒരു കോസ്റ്റ്യൂം റെഫറൻസ് തന്നിട്ടാണ് എക്സാക്ട് അത് ചെയ്യാൻ പറഞ്ഞത്. അതിന് നമ്മുടേതായ ഇൻപുട്സ് ഉണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എസ്ട്രയിലാണെങ്കിലും കുമാരി ചെയ്യുന്ന സമയത്തൊക്കെ ഈ പഴയ കോസ്റ്റ്യൂംസ് അല്ലേ നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുതിയ കോസ്റ്റ്യൂം കൊണ്ടുവന്ന് അത് നരച്ച് ഫീലാക്കണം, അതിന് പഴമ തോന്നിക്കണം. അപ്പോൾ അതിനൊക്കെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക? കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പഴഞ്ചനാക്കാൻ, അതിൽ നര വരുത്താനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പൊടിക്കൈകൾ ഉണ്ട്. കുമാരി പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വർക്കാണ് എൻ്റെ കുമാരിയിലെ സാരികളെല്ലാം ഭയങ്കര രസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേവതി എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരി ഇവിടെ ഡിസൈനർ തന്നെയാ. ഓൺ ബ്രാൻഡ് ജുഗൽബന്തി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുള്ള ഒരാളാണ്. അവരുടെ അമ്മൂമ്മയുടെ സാരി പെരുമ്പാവൂര്, പുള്ളിക്കാരിയുടെ അതിൽ കുറെ നല്ല സാരികൾ ഉണ്ടായിരുന്നു, കോട്ടൺ സാരി. അപ്പൊ ഐഷുയുടെ മെയിൻ കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം രേവതിയുടെ അമ്മൂമ്മയുടെ പഴയ സാരിയാണ്. അതെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്തത്. കുറെ വാങ്ങി അത് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. പഴയതാക്കാൻ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? അതൊരു
നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ അത് പല പല വാഷിംഗ് കൊണ്ട് പല ലിക്വിഡ്സ് ഇട്ട് വാഷ് ചെയ്യും, പഴമ തോന്നാനുള്ള പൊടികൾ യൂസ് ചെയ്യും, അങ്ങനെ അതിനെ പഴയ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഓ ഐ സി. ഇപ്പം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട്, അതായത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സിനിമയിൽ ഈ കുങ്കുമവും ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് ഉണ്ടാക്കുന്നത്. അത് അവരുടെ പൊടിക്കുക. ഇതുപോലെ നിങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിന്റെ ഇടയിൽ ഇത്തരം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ? ചായ, കട്ടൻ ചായ, ചായയിൽ കഴുകുക എന്നുള്ളത് ഞങ്ങള് ഏജിങ് ഫീൽ ചെയ്യാനില്ലേ, ചായ തിളപ്പിച്ച് ചായപ്പൊടി അത് ഫിൽട്ടർ ചെയ്ത് ചായ മാത്രമായിട്ട് എടുത്തിട്ട് അതിലിട്ട് വീണ്ടും വീണ്ടും ഡ്രസ്സ് തിളപ്പിക്കും. വെള്ളം ഉണ്ടൊക്കെ യൂസ്ഡ് ആയി തോന്നാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഈ ഇസ്രയേലിൽ ഇപ്പൊ മറ്റേ ആൻ ചെയ്തലിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കാണുമ്പോഴറിയാം ഭയങ്കര പഴഞ്ചനാക്കിയ. അപ്പൊ അതൊക്കെ ഇതുപോലെ തന്നെ അതിങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് അതിന് എന്താ ഞങ്ങള് യൂസ് ചെയ്യുന്ന ടൈം, എന്റെ ടീം യൂസ് ചെയ്യുന്ന ടൈം ആല എന്നാണ്. അതിന്റെ വേറെ എന്താ വേർഡ് എന്ന് എനിക്കറിയില്ല. ആലയിലിട്ട് കഴുകുക എന്ന് പറയും. ആല എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട്, അതിന് വേറെ എന്തോ ഒരു നല്ല പേരുണ്ട്, അതെന്താന്ന് എനിക്കറിയില്ല. അതില് വാഷ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏജിങ് നന്നായി കിട്ടും. തോന്നിക്കും. എനിക്ക് എന്റെ പേഴ്സണലി ചോദിക്കട്ടെ, പഴയ ഡ്രസ്സ് പുതിയതാവാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? അത് മാത്രം അതില്ല. പിന്നെ ഇതുപോലെ അങ്കമാലി ഡയറീസിൽ ഞങ്ങൾ കുറെ യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത കോസ്റ്റ്യൂംസ് ആണ്. പുതിയത് മേടിച്ചു കൊടുത്തിട്ട് അവരെ കയ്യിലുള്ള പഴയത് ഞങ്ങൾ വാങ്ങിയതാണ്. എന്തല്ലേ അത് എന്റെ കുറച്ച് ഫേക്ക് കസിൻസ് ഉണ്ട്, ഒന്നും ഒറിജിനൽ അല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അപ്പാരുടെ കസിൻസ് എന്ന് ഞാൻ പറയും. ഇവിടെ വന്നിട്ടുള്ള കുറെ വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധം കൊണ്ട് എന്റെ ബ്ലഡ് പോലെ അല്ല, ബ്ലഡിനേക്കാൾ കൂടുതൽ ഉള്ള കുറച്ച് പേരാണ് ഞങ്ങള്. എന്റെ ഇങ്ങനെ എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും, എടാ നിങ്ങളുടെ പള്ളിയില്, നിങ്ങൾ ഇടവക പള്ളിയിൽ ഒന്ന് ആരോടെല്ലാം പറ, എന്നിട്ട് ആ ഏരിയയിൽ നിന്ന് തന്നെ എനിക്ക് ഇവര് ഒരു 2-3 ചാക്ക് നിറയെ കളക്ട് ചെയ്ത് തന്നായിരുന്നു കോസ്റ്റ്യൂം. അതിൽ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോർജ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ പറയാം, ജോർജ് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ചില കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത്, അതായത് നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ്ലി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക ആദ്യമായിട്ട്, അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ട്രെൻഡൊക്കെ അങ്ങനെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ടാവില്ല, അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ, പുതിയ സാധനങ്ങൾ ഇറക്കാൻ. അങ്ങനെ സ്റ്റെഫിയുടെ മനസ്സിലുള്ള അത്തരം ഒരു ഹീറോയിൻ പറയാൻ പറഞ്ഞ കോസ്റ്റ്യൂംസിലൊക്കെ ഡിസൈൻ ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാവരും തന്നെ. എനിക്ക് അങ്ങനെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞേ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും, അതുകൊണ്ട് ഓക്കെയാണ്. ആണോ? ഇനിയിപ്പോ സാധാരണക്കാർക്ക് അത് ഈ പൃഥ്വിരാജിന്റെ സൈസ് എന്താ? അപ്പൊ നിങ്ങൾക്ക് മറ്റാരേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഷർട്ടിന്റെ ഒക്കെ സൈസ്. ഒരു കൗതുകത്തിന് ചോദിച്ചാൽ പൃഥ്വിരാജ് ഏത് സൈസുള്ള ഷർട്ടൊക്കെയാണ് യൂസ് ചെയ്യാറ്? ഇപ്പോൾ ഞാൻ രാജേട്ടന് ഓരോ സിനിമയുടെ ഇതിനനുസരിച്ച് ബോഡി മാറുന്ന ആളാണല്ലോ. ആടുജീവിതത്തിലെ ബോഡി സൈസ് ആയിരിക്കില്ല ഇപ്പൊ ചെയ്യുന്ന സിനിമകളിൽ. എനിക്ക് ഒരു 42 എന്ന് ഞാൻ പറയും, പക്ഷെ 40 ആയിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ 44 ആയിരുന്നു, പിന്നെ അത് 42 ആയി, പിന്നെ അത് 38 വരെ ആയി, മെലിഞ്ഞ് അങ്ങനെ പല പല ഇതാണ് വരുന്നത്. ഞാൻ ഒരു രീതിയിലും വണ്ണം കൂടാതെ കാണുന്നത് ചാക്കോച്ചനെ ആയിരിക്കും. ചാക്കോച്ചന്റെ സൈസ് എന്താ? ലാർജ് ആയിരിക്കും. 39 സ്ലിം ഫിറ്റ്, 39 ഷർട്ട് സൈസ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ചാക്കോച്ചനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ കണ്ണടച്ചാൽ അപ്പൊ 39 സൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു സൈസ് ഉണ്ടാവുമല്ലോ. നമ്മളതിൽ ഏകദേശം ഉണ്ടാവാറുണ്ട് എല്ലാവരും തന്നെ. ഓക്കെ. അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമ്മൾ വിളിച്ച് അവരോട് ചോദിക്കും. അല്ലെങ്കിൽ അവരിപ്പോ റീസെന്റ് ലാസ്റ്റ് ചെയ്ത പടം ഉണ്ടാവുമല്ലോ സിനിമ, അതിലെ ഡിസൈനറെ വിളിക്കും, നമ്മളതിൽ ഇതാണ് സൈസ് ഉള്ളത്, ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാരെയും വിളിക്കാൻ പറ്റില്ലല്ലോ, അവരും ബിസി അല്ലേ. അപ്പൊ നമ്മള് ടീമിന്റെ കയ്യിൽ ഏകദേശം ഇയാൾ ഈ സൈസ്, ഇയാളുടെ പാന്റ് ഇത്, ഷൂ ഇത്, ചെരുപ്പ് ഇത് എന്നെല്ലാം നമ്മൾ അതിന് സൈസ് ഉണ്ടാവലുണ്ട് പൊതുവെ. രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇന്ത്യ ജിത്തു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്, നമ്മുടെ ജിത്തു ജോസഫിന്റെ വൈഫ്. അങ്ങോട്ട് വരുമ്പോ സ്റ്റെഫി ബിജു മേനോന്റെ ഷൂവിന്റെ സൈസ് എത്രയാണ്? നിങ്ങൾക്കായിരിക്കുമല്ലോ അവരെ ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും, അവരുടെ വൈഫിനേക്കാളൊക്കെ. ഭയങ്കരമായിട്ട് ട്രെൻഡ് ഫോളോ ചെയ്യുമല്ലോ, അതായത് ഇപ്പൊ ഏതാ ഓടിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ എന്നൊക്കെയാണ് നിങ്ങൾക്ക് കുറെ കൂടെ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഈ മറ്റേ മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ ഗൂർഖ പാൻ്റൊക്കെ ഉണ്ണി മൂന്നന്റെ ഭയങ്കര ഹിറ്റായി. അപ്പൊ ആൾക്കാർ അത് കണ്ടിട്ട് ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ട്രെൻഡിനെ പറ്റി ചെറിയ എന്തെങ്കിലും സൂചനകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്ത് സ്റ്റെഫിയുടെ കോൺസെപ്റ്റ്? സിനിമ
സിനിമ എനിക്കറിയില്ല, കാരണം ഓരോ ഡിസൈനേഴ്സും എന്താ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഔട്ട് വന്നാലല്ലേ എനിക്കും അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. കോസ്റ്റ്യൂമിൽ എനിക്ക് അറിയില്ല ഏതാ. മഷറിന്റെ നല്ല സിനിമകൾ വരാനുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാണ് കാണാൻ. സമീറയുടെ ഉണ്ട്, ധന്യയുടെ ഉണ്ട്, ജിൻഡ ചേച്ചിയുടെ ഉണ്ട്, സിജി തോമസ് ആമൈൻ ചെയ്തില്ലേ, സിജി ചേച്ചിയുടെ ഉണ്ട്. കുറെ നല്ല സിനിമകൾ വരാനുണ്ട്. ഇവരെല്ലാം ചെയ്തത് എന്താണെന്നറിയാൻ ഞാൻ വെയിറ്റ്. എങ്ങനെയാ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ടോ ഇന്റർനാഷണൽ? അങ്ങനെ ആരെങ്കിലും ഡിസൈനേഴ്സിന്റെ പേര് പറയാൻ? എനിക്ക് ഇന്നും ഒരാളേ ഉള്ളൂ, SB സതീശൻ. ആണോ? എന്റെ ഗുരു, മനസ്സുകൊണ്ട് ഞാൻ ഗുരുവായിട്ട് കാണുന്ന. എന്ത് സംശയം വന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാലഘട്ടം സംശയം വരുമ്പോൾ വിളിച്ച് ചോദിക്കുന്ന എൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്ന മലയാളം മൂവി കോസ്റ്റ്യൂം ചെയ്ത, ദയ ചെയ്തിട്ടുള്ള, ആമി ചെയ്തിട്ടുള്ള, എനിക്ക് എണ്ണം പറയാനൊന്നും പറ്റൂല, അതുപോലെ അത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള SB സതീശൻ എന്ന് പറയുന്ന ആളാണ് എൻ്റെ എന്നെ സംബന്ധിച്ച് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഡിസൈനർ. എനിക്ക് അത് കണ്ടാണ് ഞാൻ ഡിസൈനർ ആവാൻ ആഗ്രഹിച്ചത്. എനിക്കത് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ്. SB സതീഷ്. ഇനി ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ ഒരു കോസ്റ്റ്യൂം ഡിസൈനറോട്, എല്ലാവർക്കും ചോദിക്കാൻ താല്പര്യമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ വില കൂടിയ, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഓൾറെഡി മറുപടി പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ വില കൂടിയ സിനിമ, അത് ഈ പറഞ്ഞ ആറാട്ടും ഇപ്പൊ അടുത്തിടെയാണെന്ന്. നേരെ തിരിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ സിനിമ കോസ്റ്റ്യൂംസിന് വേണ്ടിയിട്ട് അത് ഏതായിരുന്നു? ഫസ്റ്റ് സിനിമ. അന്ന് അറിയില്ലായിരുന്നു ബഡ്ജറ്റ് ഇടാൻ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോ ഇനി സിനിമ കിട്ടുമല്ലോ. സ്റ്റെഫിക്ക് കൊടുത്താൽ മതി. ആ സ്റ്റെഫി വളരെ ചെറിയ ബഡ്ജറ്റില് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസിലെ ഇപ്പോഴും മനസ്സിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഡിസൈനർ കോസ്റ്റ്യൂം ഏതാ? ഡിസൈനർ കോസ്റ്റ്യൂം ആണെന്നല്ല, ആടുജീവിതം വെരി സ്പെഷ്യൽ. ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസിൽ ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയ കോസ്റ്റ്യൂം നമ്മളിതിൽ പറയാതെ ഇരുന്ന ഈ ആടുജീവിതം ഞാൻ എല്ലാം പറയുന്നുണ്ട്, അതൊന്നും മാറ്റി നിർത്തിയിട്ട് വിജയ് സൂപ്രം പൗർണമി പോലെ അതിൽ ഐശ്വര്യ കോസ്റ്റ്യൂംസ് ആയാലും ആസിഫിന്റെ ആയാലും ആ സമയത്ത് കുറെ പേര്, സ്പെഷ്യലി ഐശ്വര്യ ഒരു പിങ്ക് സൽവാർ ഉണ്ട്, അത് ഒരുപാട് പേരുണ്ട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, പെൺപിള്ളേര്. വേറെ ഏതെങ്കിലും ഡിസൈനർ ചെയ്തിട്ട് ഈ അടുത്ത് ഫാസിനേഷൻ തോന്നിയൊരു ഡ്രസ്സ് സിനിമയിൽ ഏതാ? ഒരുപാടുണ്ട്. വേറെ എല്ലാവരും ചെയ്യുമ്പോൾ ഇതെല്ലാവരും ഇവർ എങ്ങനെയാ ചെയ്യുന്നത്, ഭയങ്കര അടിപൊളിയാണല്ലോ എന്ന് തോന്നാറുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ RDX കോസ്റ്റ്യൂം ഇല്ലേ ധന്യ ചെയ്തത്, അത് എന്തോരം നോർമൽ ആളുകൾ അത് എങ്ങനെ എന്നറിയില്ല, പക്ഷെ അതിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കാർഫ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മഹിമ അത് ഭയങ്കര ആ ഒരു പീരീഡ് ഇല്ലേ 90s 80s ആ ഒരു സമയം ഉണ്ടല്ലോ 90s 80s, അത് ഭയങ്കര ക്രോഷയുടെ ഷ്രഗ്സ്, അതെല്ലാം എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. ഭയങ്കര ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഓക്കെ, മലയാള സിനിമയിലെ അത്രയ്ക്കും കോസ്റ്റ്യൂം സെൻസ് ഉള്ളൊരു ഹീറോയിൻ സ്റ്റെഫിക്ക് തോന്നിയിട്ടുള്ളത്? ഭയങ്കര അടിപൊളിയായിട്ട് കോസ്റ്റ്യൂം പുൾ ഓഫ് ചെയ്യുന്ന, കോസ്റ്റ്യൂം സെൻസ് ഉള്ള. ഞാൻ എപ്പോഴും പറയും, ഒന്ന് മമത മോഹൻദാസിന്റെ പേര് പറയലുണ്ട്, എല്ലാം ചേരും എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്താലും നന്നായിട്ട് സ്യൂട്ട് ആവും എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഏറ്റവും ഭയങ്കര കോസ്റ്റ്യൂം ഐഡിയ ഉള്ള ഏറ്റവും നല്ല സാധനങ്ങൾ, നല്ലത് ഇൻ ദ സെൻസ് വിലയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കറക്റ്റ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഐശ്വര്യ ലക്ഷ്മി. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഒന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് പോലും ടിപ്സ് തരാറുണ്ട് ഒരുപാട് സാധനങ്ങൾ. നമ്മള് സംശയം വന്നാൽ അതെന്താ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പിന്നെ എനിക്ക് ആസിഫ് അലി, ദുൽഖർ സൽമാൻ ഭയങ്കരമായിട്ട്. ദുൽഖറിന്റെ കാര്യം പറയുമ്പോൾ എന്തൊരു അപ്ഡേറ്റഡ് അല്ലേ, ഓരോ ഇവര് ഭയങ്കരമായി ഇവിടെ കൊറിയൻ സ്റ്റൈല് ട്രെൻഡ് ആവുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരുമാണ് കൊറിയൻ സ്റ്റൈല് ഫോളോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ്യൂംസ് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സെലിബ്രിറ്റി ഉണ്ടോ? എന്ന് വെച്ചാൽ ലാലേട്ടന് വേണ്ടി അത് ആറാട്ട് ചെയ്തപ്പോൾ ജിഷാദ് ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ലാലേട്ടന് വേണ്ടി. ചെയ്ത കോസ്റ്റ്യൂംസിലേ, പക്ഷെ അത് ആ സിനിമയിൽ യൂസ് ചെയ്ത കോസ്റ്റ്യൂം കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? ഏതാ? എനിക്ക് അള്ളു രാമേന്ദ്രനിലെ കോസ്റ്റ്യൂം ഞാൻ ചെയ്തത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു എന്ന് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷെ എന്തെല്ലോ കാരണം കൊണ്ട്
ഇപ്പൊ നോക്കുമ്പോ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഓക്കെ. കളർ യു ഓഫൺ യൂസ്ഡ് ഇൻ യുവർ ഫിലിംസ്. ഏതെങ്കിലും പെർട്ടിക്കുലർ കളറോട് എല്ലാവർക്കും ഒരു ചായ കൊണ്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് ആമ്പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ആയിരിക്കും, എവിടെ തൊട്ടാലും ബ്ലൂ. ഞാൻ പറയാം, മെറൂൺ ഗ്രീൻ ബ്രൗൺ. സ്റ്റെഫിയുടെ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കളറുകൾ കുറച്ചധികമായിരിക്കുമോ? ആറാട്ടൻ എന്നെ ഉണ്ണി സാർ ഓടിച്ചത് എവിടെ തിരിഞ്ഞാലും പച്ചപ്പ്. ഓക്കെ. പീരിയഡ് കോസ്റ്റ്യൂംസ് ഇല്ലേ, പീരിയഡ് കോസ്റ്റ്യൂംസിൽ നല്ലോണം അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു ഹീറോയിൻ പീരിയഡ് സിനിമയാണെങ്കിൽ പൃഥ്വിരാജ്. ഹീറോയിൻ എനിക്ക് അങ്ങനെ ഒരാളുടെ പേര് മാത്രമായിട്ട് തോന്നുന്നില്ല. കാരണം സെല്ലുലോയിഡ് മൂവിയിൽ മമത നല്ല രസില്ലേന്നോ കാണാൻ. ഞാൻ വിചാരിച്ചില്ല, അതായത് മമതയ്ക്ക് അത് ചേരും. അതെ, മമത പൊതുവെ വേറെ അപ്പൊ അങ്ങനെ എന്താ പേര് ക്യാരക്ടറിന്റെ ഞാൻ പറഞ്ഞു, ജെന്നിഫറോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ഭയങ്കര നമുക്ക് ബിലീവബിൾ ആയിരുന്നു. അതെ, അത് മമത മാത്രല്ല കേട്ടോ, ഞാൻ പറഞ്ഞ വേറെ കുറെ സിനിമകളില് ശ്വേത മേനോൻ, അയ്യോ എന്താണ് പടം, മമ്മൂക്കയുടെ സിനിമ മനസ്സിലായില്ലേ, ശ്വേത മേനോൻ. നോർമലി നമ്മളത് വിശ്വസിക്കാൻ പറ്റുമോ ചേച്ചിനെ കാണുമ്പോൾ? സോ നായികമാര് കുറച്ചും കൂടെ വേഗം അതെന്തറിയോ, അവരെ കണ്ണെഴുതുക, മുടിയിൽ എണ്ണമയം, ഒരു വേവി കേളി ഫീല്, കമ്മല്, മൂക്കുത്തി, ഇതെല്ലാം വരുമ്പോ വേഗം നമുക്ക് കുറെ കൂടെ ആക്സസറീസിൽ നമുക്ക് കുറെ ഫോക്കസ് ചെയ്യാൻ പറ്റുമല്ലോ. അവരെ ഇപ്പൊ നമുക്ക് ആമ്പിള്ളേർക്ക് അധികം ഇല്ലല്ലോ, ഒരു പാന്റും ഷർട്ട് ഇട്ടാ തീർന്നു അതിൽ ചെയ്യാൻ പറ്റുന്നത്. ഏതെങ്കിലും ആക്ടേഴ്സിന് ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസേ ഇപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചതാ, സ്റ്റെഫി അങ്ങനെ ചെയ്തിട്ട് അവർ അത് ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നിയിട്ട് അവർ കാല് പിടിച്ച് കോസ്റ്റ്യൂം കൊണ്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ എന്ന്? അത് നമ്മൾ ഓൾറെഡി കാല് പിടിച്ചിട്ടൊന്നുമല്ല, അധികാരത്തിൽ കൊണ്ടുപോയത് രജിഷ ജൂണിൽ യൂസ് ചെയ്ത കുറെ ഡ്രസ്സ് അവള് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. ഇഫ് യു കുഡ് ഡിസൈൻ ഫോർ എ മലയാളം റീമേക്ക് ഓഫ് എ ഹോളിവുഡ് ഓർ ബോളിവുഡ് ഫിലിം, വിച്ച് വൺ ഇറ്റ് വുഡ് ബി? ബജറ്റ് മസ്താനി, ആ ഒരു പരിപാടികളൊക്കെ ഇല്ലേ, അത് നമ്മളങ്ങനെ കാണലില്ലല്ലോ ഇവിടെ, നമ്മളെ കൾച്ചറിൽ കാണലില്ലല്ലോ. ഞാൻ പറയാം, ആ ഒരു പരിപാടികളില്ലേ, അവിടെ നമുക്ക് കുറെയൊക്കെ നമുക്ക് കൈപരിപാടികളൊക്കെ ചെയ്യാനുണ്ടാവും. അതില് വന്നു കഴിയുമ്പോൾ കയ്യും കാലും മറക്കാൻ അറിയില്ല, പക്ഷെ ആഗ്രഹം. ഇനിയിപ്പോ സ്റ്റെഫി, ഞാൻ പറയാം, ആ സിനിമയല്ല ടോട്ടൽ അതിന്റെ ഒരു മനസ്സിലായി, ആ മോഡുള്ള സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഉടനെ തന്നെ സംഭവിക്കട്ടെ. ഇനി സ്റ്റെഫി അടുത്തൊരു ഡയറക്ടോറിയൽ വെഞ്ചറിലേക്ക് പോവാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാറായോ? ഞാൻ അങ്ങനെ പറയുന്നില്ല, ഈ വർഷം അവസാനം എല്ലാം ആകുമ്പത്തിനും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഏകദേശം ഇങ്ങനെയെല്ലാം സെറ്റായി വരുന്നു. ഇനി എപ്പോഴെങ്കിലും സ്റ്റെഫി എന്നുള്ള സംവിധായകനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ. എനിക്കറിയാം സ്റ്റെഫിയും ഐശ്വര്യ ലക്ഷ്മിയും ഭയങ്കര അടിപൊളി ഫ്രണ്ട്സാ, നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണ്. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞൂടാ, എന്നാലും പറ. അല്ല, അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, മധുര മനോഹരം സിനിമ വരുന്ന സമയത്തേ അതിൽ വേണമെങ്കിൽ അത് ഐശ്വര്യനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ യു ചോസ് രജിഷ വിജയൻ ഫോർ ദാറ്റ്. അതെന്താ ഐശ്വര്യക്ക് പകരം രജിഷനെ കാസ്റ്റ് ചെയ്യാൻ? ഒന്ന്, രജിഷ എൻ്റെ ഭയങ്കര വർഷങ്ങളായ ഫ്രണ്ടാണ്. ഇപ്പൊ ഐഷു മാത്രമല്ല, രജിഷ എൻ്റെ ഫ്രണ്ടാണ്. ഐഷു അല്ല, ഞാൻ മധുര മനോഹരം ചെയ്യണം തീരുമാനിക്കുന്നതിന് മുമ്പേ റൈറ്റർ പോയി രജിഷയുടെ അടുത്ത് കഥ പറഞ്ഞിരുന്നു. സോ അത് കഴിഞ്ഞാണ് ഞാനാണ് ചെയ്യുന്നതെന്നുള്ള തീരുമാനം വരുന്നത്. സോ ആദ്യമേ രജിഷ ഇതില് ഉണ്ട്, കമ്മിറ്റ് ചെയ്ത്. അതോടെ ഞാൻ സേഫ് ആയിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എൻ്റെ സൈഡിൽ നിന്ന്. പക്ഷെ റൈറ്ററെ അടുത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാനല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഈ കഥ വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇതാരാ നല്ല, ഇത് ചെയ്യാൻ നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ രജിഷ ആയിരിക്കും കുറച്ച് നാട്ടിൻപുറം ഈ പരിപാടിയിൽ നല്ലത്, രജിഷ എന്നോട് പറയാൻ പറഞ്ഞു. ഞാനാണ് വിട്ടത്, പക്ഷെ അന്ന് ഞാനായിരുന്നില്ല ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഐഷു എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എടോ താനെന്താ ഇപ്പൊ എന്റെ പേര് പറയാന്ന് ചോദിച്ചിട്ടുണ്ടോ? ഐഷു ഇതല്ല, വേറെ ഒരു കഥ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യായിരുന്നു, അത് അന്ന് ഇന്നും എന്നും പറയും, അത് ഐഷു ആണ് പറയും. എന്നാ നടക്കാനൊന്നും അറിയില്ല, നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് അവള് പറയാറുണ്ട്. അടിപൊളി. എന്തായാലും 1 മണിക്കൂർ സമയം പോയതേ അറിഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര റിച്ച് ആയിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞ സമയത്ത് നമുക്ക് ബോറടിച്ചേ ഇല്ല, ഈവൻ സിംഗിൾ സെക്കൻഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം. പറഞ്ഞ പോലെ ഇനിയും മലയാള സിനിമയിൽ ഒരുപാട് ഡിസൈനിങ് സാധനങ്ങൾ വെച്ച് വിരാജിക്കാൻ പറ്റട്ടെ, ആടുജീവിതം പോലുള്ള ഒരുപാട് സിനിമകൾ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം.